ഇനി പെൻഷൻ വീട്ടിലെത്തില്ല. സർക്കാർ പറഞ്ഞത് എന്ത്? ജനങ്ങൾ ചോദിക്കുന്നത് എന്ത്? എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തില്ല. പുതിയ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കും? കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച ഒരു പ്രധാന മാറ്റമാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പഴയതുപോലെ വീടുകളിലെത്തിച്ച് വിതരണം ചെയ്യുന്ന ആ ഒരു രീതി അവസാനിപ്പിച്ച് ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക നിക്ഷേപിക്കുന്ന സംവിധാനത്തിലേക്കാണ് സർക്കാർ മാറുന്നത്. ഈ തീരുമാനം എന്തുകൊണ്ടാണ് എടുത്തത്? ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആർക്കൊക്കെയാണ് ഇത് ബാധകമാകുന്നത്? ഇന്നത്തെ ഈ വാർത്താ അപ്ഡേറ്റിൽ അതാണ് വിശദമായി നമ്മൾ പരിശോധിക്കുന്നത്. കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനെ ആശ്രയിക്കുന്നത്. വയോജന പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ, അവിവാഹിതരായ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ തുടങ്ങി വിവിധ ക്ഷേമ പദ്ധതികളാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. ഇതുവരെ ഭൂരിഭാഗം ഗുണഭോക്താക്കൾക്കും സഹകരണ ബാങ്കുകൾ മുഖേന വീടുകളിൽ എത്തിച്ചാണ് പെൻഷൻ വിതരണം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ സർക്കാർ കൂടുതൽ സുതാര്യവും ആധുനികവുമായ ഒരു വിതരണ സംവിധാനത്തിലേക്കാണ് മാറുന്നത്. പുതിയ സംവിധാനം അനുസരിച്ച് പെൻഷൻ തുക ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കും. ഇത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനത്തിൻ്റെ ഭാഗമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികളിലും വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഈ സംവിധാനം പണം നേരിട്ട് അർഹരായ വ്യക്തികളുടെ അക്കൗണ്ടിലെത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഇടനിലക്കാരുടെ പങ്ക് കുറയുകയും വിതരണ നടപടികൾ കൂടുതൽ വ്യക്തവും സുതാര്യവുമായി മാറുകയും ചെയ്യുന്നു. ഈ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം സുതാര്യതയാണ്. സർക്കാർ അനുവദിക്കുന്ന തുക നേരിട്ട് ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലെത്തും. ഓരോ ഇടപാടിനും വ്യക്തമായ ബാങ്ക് രേഖകൾ ഉണ്ടായിരിക്കും. ഇതിലൂടെ വിതരണം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ കുറയ്ക്കാനും സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ വിശ്വാസ്യതയോടെ നടപ്പിലാക്കാനും സാധിക്കും. അതോടൊപ്പം ഭരണപരമായ ചെലവുകളും കുറയുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതാണ് ഈ മാറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിനൊപ്പം സർക്കാർ മറ്റൊരു കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സംവിധാനം നിർബന്ധമാക്കുന്നില്ല. പൂർണ്ണമായും കിടപ്പ് രോഗികളായവർക്കും പ്രത്യേക പരിഗണന ആവശ്യമുള്ള ഗുണഭോക്താക്കൾക്കും വീടുകളിൽ പെൻഷൻ എത്തിക്കുന്ന സംവിധാനം തുടരുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമായ വിഭാഗങ്ങൾക്ക് നിലവിലുള്ള സൗകര്യം നിലനിർത്തും. ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ ചിലർക്കെങ്കിലും പുതിയ സംവിധാനവുമായി പൊരുത്തപ്പെടാൻ സമയം ആവശ്യമായി വന്നേക്കാം. പ്രത്യേകിച്ച് ബാങ്ക് ഇടപാടുകൾ സ്ഥിരമായി ഉപയോഗിക്കാത്തവർക്ക് തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. എന്നാൽ ഇന്ന് രാജ്യത്തെ ഭൂരിഭാഗം സർക്കാർ ആനുകൂല്യങ്ങളും ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതേ സംവിധാനത്തിലേക്ക് മാറുന്നത് ഭരണപരമായ വലിയൊരു മാറ്റമായി വിലയിരുത്തപ്പെടുന്നു. ഇനി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ആദ്യമായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സജീവമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ശരിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മൊബൈൽ നമ്പർ ബാങ്കിൽ പുതുക്കിയിട്ടുണ്ടെങ്കിൽ പണം വന്ന വിവരം SMS ആയി ലഭിക്കുന്നതിന് സഹായകരമാകും. ഈ കാര്യങ്ങൾ നേരത്തെ ഉറപ്പാക്കിയാൽ പുതിയ സംവിധാനത്തിലേക്ക് മാറുന്നത് കൂടുതൽ എളുപ്പമാകും. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി വിവിധ സർക്കാർ സേവനങ്ങൾ കൂടുതൽ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ച് മുൻപോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് കേരളത്തിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ ഈ മാറ്റം നടപ്പിലാക്കുന്നത്. സുതാര്യത വർദ്ധിപ്പിക്കുക, പണം വേഗത്തിൽ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കുക, ഭരണച്ചെലവ് കുറയ്ക്കുക, വിതരണ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നിവയാണ് ഈ തീരുമാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അതിനാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. വിതരണ രീതി മാത്രമാണ് മാറുന്നത്. പെൻഷൻ പദ്ധതി അവസാനിക്കുന്നതല്ല. പണം ഇനി നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ലഭിക്കുന്നത്. ആവശ്യമായ ബാങ്ക് വിവരങ്ങളും ആധാർ ലിങ്കിങ്ങും ശരിയാണെന്ന് മാത്രം ഉറപ്പാക്കുക. ഇപ്പോൾ ഈ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വയോധികരെയും സാധാരണക്കാരെയും ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനമാണിതെന്നാണ് അവരുടെ ആരോപണം. എന്നാൽ ഈ വിഷയത്തിന് മറ്റൊരു വശമുണ്ട്. രാജ്യത്ത് ഇന്ന് ഭൂരിഭാഗം സർക്കാർ ആനുകൂല്യങ്ങളും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനത്തിലൂടെയാണ് വിതരണം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും വർഷങ്ങളായി ഈ സംവിധാനം ഉപയോഗിച്ചു വരികയാണ്. ലക്ഷ്യം ഒന്ന് മാത്രം: സർക്കാർ അനുവദിക്കുന്ന പണം ഇടനിലക്കാരില്ലാതെ നേരിട്ട് അർഹരായ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുക. ഇത്തരമൊരു സംവിധാനത്തെ സുതാര്യത വർദ്ധിപ്പിക്കുന്ന നടപടിയായി കാണാതെ എല്ലാ മാറ്റങ്ങളെയും രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുന്നത് ജനങ്ങൾക്ക് യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ തടസ്സമാകുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ സംവിധാനങ്ങളും സ്വീകരിക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനാൽ ഭരണ സംവിധാനങ്ങൾ കാലാനുസൃതമായി മാറുന്നതിനെ രാഷ്ട്രീയ കണ്ണിലൂടെ മാത്രം കാണാതെ ജനങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഗുണമെന്ന നിലയിലും കൂടി വിലയിരുത്തേണ്ടതുണ്ട്. അതേസമയം പുതിയ സംവിധാനത്തിലേക്ക് മാറുമ്പോൾ പ്രായമായവർക്കും പ്രത്യേക പരിഗണന ആവശ്യമായവർക്കും വേണ്ട സഹായങ്ങൾ സർക്കാർ ഉറപ്പാക്കേണ്ടതും അത്ര തന്നെ പ്രധാനമാണ്. സുതാര്യതയും ജനസൗഹൃദവും ഒരുമിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് ഇത്തരം പരിഷ്കാരങ്ങൾ